ഹായ്, എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരാളെ പറ്റിയാണ് ഇന്ന് പറയാൻ പോകുന്നത്. മലയാളികളുടെ പ്രിയങ്കരിയായ നടി സംയുക്ത വർമ്മ. എനിക്ക് തോന്നുന്നത് ഞാനൊരു 5th സ്റ്റാൻഡേർഡിലൊക്കെ പഠിച്ചപ്പോൾ തൊട്ട് തെങ്കാശിപ്പട്ടണം ആ ഒരു മൂവിയിലൂടെയാണ് എനിക്ക് അങ്ങോട്ട് ഭയങ്കര ഇഷ്ടം തോന്നി തുടങ്ങിയത്. എനിക്ക് തോന്നുന്നത് വീണ്ടും ചില കാര്യങ്ങൾ, അതാണ് സംയുക്തയുടെ ഫസ്റ്റ് മൂവി. അപ്പോൾ ഒന്നും അങ്ങനെ ഒരു ഇഷ്ടം തോന്നിയിട്ടില്ല. പക്ഷേ തെങ്കാശിപ്പട്ടണം ആ സിനിമ റിലീസായപ്പോൾ തൊട്ട് ആ ഒരു നടിയോട് എന്നാന്നറിയില്ല, പ്രത്യേക ഒരു ഇഷ്ടം അങ്ങനെ തോന്നി. പിന്നീട് കുറേ സിനിമകൾ വരുന്നു. മഴ, മേഘമൽഹാർ, മധുരനൊമ്പരക്കാറ്റ്, സ്വയംവരപ്പന്തൽ, അങ്ങനെ ഒരുപാട് സിനിമകൾ. ഞാനൊരു 6th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോഴാണെന്ന് തോന്നുന്നു പെട്ടെന്ന് ഒരു ദിവസം കേൾക്കുന്നു സംയുക്ത വർമ്മ ആൻഡ് ബിജു മേനോൻ രണ്ടുപേരും സ്നേഹത്തിലാണ്, കല്യാണം ഉടനെ ഉണ്ടെന്നൊക്കെ. അപ്പോൾ നമുക്ക് സോഷ്യൽ മീഡിയ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. ഉള്ളി നമുക്ക് ന്യൂസ് അല്ലെങ്കിൽ TV പ്രോഗ്രാംസ്, പത്രം, അങ്ങനത്തെ ഉള്ള ഇതുകളേ ഉള്ളൂ. ഫോണൊന്നുമില്ല അപ്പോൾ ഇതുപോലെ കേൾക്കുന്നു, കല്യാണമാണെന്ന് കേൾക്കുന്നു. ആ സമയത്താണ് സംയുക്ത ആലുക്കാസ് ജ്വല്ലറിയുടെ ആഡ് ചെയ്യുന്ന സമയം. അതിലെനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, നമ്മുടെ മനോരമ പത്രത്തിൻ്റെ ഫസ്റ്റ് പേജ്, ആലുക്കാസിൻ്റെ ഉദ്ഘാടനത്തിന് ഫസ്റ്റ് പേജ് ഫുൾ കവർ പേജ് സംയുക്തയുടെ ഒരു മോഡലായിട്ട് സംയുക്ത ജ്വല്ലറിയുടെ ഫുള്ള് സ്വർണ്ണമൊക്കെ ഇട്ട് നല്ല സുന്ദരിയായിട്ട്, മലയാളി സുന്ദരി ഒരു കല്യാണ പെണ്ണായിട്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ. പിന്നെ ബുക്കൊക്കെ നമ്മൾ വാങ്ങിക്കുമ്പോൾ അതിലെ കവർ പേജൊക്കെ സംയുക്തയുടെ ആണെങ്കിൽ ഞാൻ എടുത്ത് വെക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. കല്യാണമൊക്കെ ആയി അത് കഴിഞ്ഞ് സിനിമയിൽ നിന്ന് വിട്ട് നിന്നപ്പം ഭയങ്കര വിഷമമായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ മഴയിലെ ഭദ്രയെപ്പറ്റി പറയുവാണെങ്കിൽ നഷ്ടപ്പെട്ട നീലാംബരി മാധവിക്കുട്ടിയുടെ അതിൽ ഭദ്ര സംയുക്ത ചെയ്തത് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. എൻ്റെ ഫേവറേറ്റ് മൂവി സംയുക്തയുടെ മഴയാണ്. അതിലെ ഭദ്ര എന്നുള്ള ക്യാരക്ടർ എനിക്ക് ക്ലോസ്ലി എൻ്റെ ക്യാരക്ടറുമായിട്ട് റിലേറ്റഡ് ആക്കി തോന്നാറുണ്ട്. എനിക്ക് അങ്ങനെയാണോ എന്നറിയത്തില്ല, പക്ഷേ ആ ഒരു ക്യാരക്ടർ, ആ ഒരു വൈബ്, ആ ഒരു വിഷമം, ആ ഒരു ഇഷ്ടം, ആ ഒരു ഹോം സിക്നെസ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതൊക്കെ എനിക്ക് തോന്നാറുണ്ട്. ഭദ്രയുടെ ഒരു ക്യാരക്ടറാണോ എനിക്കെന്ന്. മേ ബി ഒരു മെഡിക്കൽ പ്രൊഫഷണലായിട്ടായിരിക്കാം. അതിലും അങ്ങനെയാണല്ലോ പറയുന്നത്, ഡോക്ടർ ഭദ്ര. പക്ഷേ ഞാൻ നേഴ്സാണ്. എനിക്ക് എനിവേ ഭയങ്കര ഇഷ്ടമുള്ള നടിയാണ്. ഇപ്പം ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട്. സംയുക്ത സിനിമയിൽ നിന്ന് മാറിയത് കൊണ്ട് ഭയങ്കര ഒരു വിഷമം തോന്നിയിട്ടുണ്ട്. ഇനി സംയുക്ത തിരിച്ചു വരുത്തൊന്നുമില്ല. എങ്കിൽ പോലും അവരുടെ ഒരു സിനിമ, ആ ഒരു ഇഷ്ടം, നിഷ്കളങ്കത, ചെയ്ത ക്യാരക്ടേഴ്സൊക്കെ നല്ല ലൈവായിട്ടുള്ള ക്യാരക്ടേഴ്സായിരുന്നു. ആ ഫസ്റ്റ് മൂവിയിൽ തന്നെ അവാർഡ് കിട്ടിയിട്ടുണ്ട്, സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ നടിയാണ്. നല്ലൊരു പേഴ്സണലി നല്ലൊരു സ്വഭാവമുള്ളൊരു വ്യക്തിയാണ്.